സീസൺ കഴിയാറായി. അവസാന നോമിനേഷനാണ് കേട്ടോ അല്പസമയം മുമ്പ് നടന്നത്. നോമിനേഷന് തൊട്ട് മുമ്പായിട്ട് ബിഗ് ബോസ് ഇപ്പോൾ ഇതാ 3 പേർക്ക് സമ്മാനം കൊടുത്തിരിക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നവർക്കും ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നവർക്കും ഇവർ ആഗ്രഹിച്ച സമ്മാനവുമായിട്ടാണ് കേട്ടോ ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അല്പസമയം മുമ്പ് ബിഗ് ബോസ് എല്ലാ കുടുംബാംഗങ്ങളെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി. അവരെല്ലാവരും കരുതുന്നത് നോമിനേഷൻ ആയിരിക്കുന്നതാണ് കേട്ടോ. അതിലേക്ക് ഒളിച്ചു പാത്തും അങ്ങോട്ട് അറ്റത്തൊക്കെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടേ അവസാനം ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണയിൽ മാറിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നോമിനേഷൻ വ്യത്യസ്ത രീതിയിൽ തന്നെയായിരുന്നു. അതേതായാലും നന്നായി. എല്ലാവരെയും ബിഗ് ബോസ് നോമിനേഷനിൽ ഇട്ടു. അങ്ങനെ പറ്റില്ലല്ലോ, എല്ലാവരും നോമിനേഷനിലുണ്ട്. നൂറ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നിരിക്കുന്ന 2 പേരാണ് കേട്ടോ. ഒന്ന് അനുമോളും മറ്റൊന്ന് നിവിനും. ഇവർ 2 പേരാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. 8 തവണയാണ് വന്നിരിക്കുന്നത്. ഈ 8 തവണ ഇവർ വന്നിട്ട് ഇവർ സേഫായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവരെന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? എന്തൊക്കെയൊന്നല്ല, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ 2 പേരും ഇത്രയും മാത്രം നോമിനേഷനിൽ വന്നിട്ടും ഈ ആഴ്ചയും വീട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്. ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അനീഷാണ്. അനീഷിനെ പലപ്പോഴും പലരും വോട്ടിങ്ങിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നോമിനേഷനിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് റീസൺ നോമിനേഷൻ ഇട്ടിട്ട് കാര്യമില്ല, അനീഷ് പോകില്ല എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ അനീഷിനോട് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴും ഓഡിയൻസിൻ്റെ കയ്യടിയൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഇവർ മനസ്സിലാക്കിയിരുന്നത് അനീഷിന് നോമിനേഷൻ ഇടണ്ട എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്ന ഒരു കണ്ടസ്റ്റൻ്റായി അനീഷ് മാറിയത്. എന്നാൽ 2 കാറ്റഗറിയിലുള്ളവർക്കും സമ്മാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന അനുമോൾക്കും നിവിനും 25 കോഴിമുട്ടയും ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്ന അനീഷിന് 5 ലിറ്റർ പാലുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇവർ ആഗ്രഹിച്ച സമ്മാനം തന്നെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും കൈയടിച്ച് തുള്ളിച്ചാടി ഭയങ്കരമായിട്ട് ബിഗ് ബോസ് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നോമിനേഷന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരുന്ന അക്ബറും നിവിനും എല്ലാവരും നോമിനേഷനിൽ വന്നപ്പോൾ ഒരു ആശ്വാസത്തോടു കൂടിയിട്ടുള്ള ഒരു ശ്വാസം വിടലൊക്കെ ആയിരുന്നു കേട്ടോ. നൂറ് സേഫായിട്ടിരിക്കുകയാണ്. നേരെ ഗ്രാൻഡ് ഫിനാലയിലേക്ക്. ബാക്കിയുള്ളവരിൽ ആരൊക്കെ പുറത്തു പോകും? മിഡ് വീക്ക് എവിക്ഷൻ ഈ ആഴ്ച ഉണ്ടാകും, യാതൊരു സംശയമില്ല. ഒരാൾ മിഡ് വീക്ക് എവിക്ഷനിലും ഒരാൾ വീക്കെൻഡിലും പോകാനാണ് സാധ്യത. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുക, അതെല്ലാം കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.